ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഉള്ളൂ, മുഴുവനായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ കിച്ചണിലെത്തിയപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. രാവിലെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാറുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ബാക്കി ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടാറി പോകില്ല. അപ്പോൾ അത് കരുതിയിട്ട് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച ഒരു സമയത്ത് ഞാൻ അതിലേക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയിലേക്ക് തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ എപ്പോഴും ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കലാണ്, ന്യൂസ് പേപ്പർ. എന്നിട്ടാണ് കേട്ടോ പരത്തിയെടുക്കാറുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ഈസിയാണ്. ചപ്പാത്തി പലകയിലും അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കുമ്പോൾ അങ്ങനെ അടിയിൽ ഒട്ടി പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് പരന്ന് കിട്ടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഇട്ടെടുക്കാറുള്ളത്. അതാവുമ്പോൾ ചപ്പാത്തിപ്പൊടിനേക്കാൾ ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം വേഗം ഒന്ന് പരത്തിയെടുക്കട്ടെ. 8:30 ആകുമ്പോഴേക്കും മക്കൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി പരത്താൻ നിൽക്കുന്നതിന് മുമ്പ് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ വിറകടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. ചപ്പാത്തി മുഴുവനും ഇപ്പോൾ ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമ്പോൾ ആദ്യം കറിയാണ് ഇട്ട് ഉണ്ടാക്കുക. ഇന്നിപ്പോൾ മീൻ കറി ബാക്കിയുള്ളത് കൊണ്ട് തന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ വേഗം തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പുതിയ വ്യൂവേഴ്സാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ചപ്പാത്തിയൊക്കെ മുഴുവനും ഞാനിവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ പുറത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ സെക്യൂർക്ക് ചെടികളൊക്കെ നനയ്ക്കുകയാണ്. എനിക്ക് രാവിലെ പുറത്തേക്ക് വരാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ചെടികളൊക്കെ നനയ്ക്കുന്നത് സെക്യൂർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ബൊഗൈൻവില്ലയിൽ നല്ലോണം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സും ട്രിക്സൊക്കെ ഇതിൻ്റെ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. പലതരം ചെടികളൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിൽ. ഈ കൂടുതലായിട്ടുള്ളത് ഈ ഒരു ബൊഗൈൻവില്ലയാണ്. ഇതാവുമ്പോൾ കെയറിങ് കുറച്ച് കുറഞ്ഞാലും പൂക്കൾ നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നനച്ചു കൊടുത്താലും മതി. നല്ലോണം വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ദിവസം നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോഴാണല്ലോ നല്ലൊരു സന്തോഷം. ഞാൻ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് കേട്ടോ പുറത്തേക്ക് മുറ്റടിക്കാനൊക്കെ ഇറങ്ങുക. ആ ഒരു സമയത്ത് ഇതുപോലെ ചെടിയുടെ അടുത്ത് കൂടെ ഒക്കെ ഒന്നിങ്ങനെ നടക്കും. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ മുകളിൽ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള ചെടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. വെയിൽ നല്ലോണം വരുന്നതിന് മുമ്പ് ആ ഭാഗം അടിച്ചൊരു വൃത്തിയാക്കലാണ്. ഇപ്പോൾ ഇതാ സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഷെബി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇനി ഇവർ പോയി കഴിഞ്ഞാലുള്ളൂ എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാറാണ് കേട്ടുള്ളത്. വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ ബസ്സിന് വരും. അവനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂർക്ക് പോവുകയാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ ഇനി ഇവർ പോയതിന് ശേഷം ഞാൻ മുറ്റടിക്കുകയാണ് കേട്ടോ ചെയ്യൽ ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കാറുള്ളത്. ഇപ്പം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 9 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെയിലൊക്കെ വന്നിട്ടുണ്ട് മുറ്റത്ത്. അപ്പോൾ ഞാൻ ഇനി അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കുകയാണ്. സെക്യൂർക്ക് ഓഫീസിൽ പോകുമ്പോഴേക്കും ചോറും കറികളും മീനും ഒക്കെ ആവണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാത്രം കഴുകലും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും കഴുകാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പാത്രം കഴുകാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട് കേട്ടോ.
തലേ ദിവസം മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതാ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് സിങ്കിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മെഷീനിൽ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. ഞാൻ കറക്റ്റായിട്ട് ഒരേപോലെ ഒന്നുമല്ല കേട്ടോ ജോലികളൊന്നും ചെയ്യാറുള്ളത്. കാരണം കേക്കിൻ്റെ ഓർഡറൊക്കെ ഉള്ള ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതുപോലെ തന്നെയാണ് എന്നും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് ഡ്രസ്സ് കഴുകാനുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഡ്രസ്സ് അലക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സെക്യൂരിക്കാർക്ക് ഓഫീസിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ചോറാക്കി കൊടുക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടതിൻ്റെ ശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരത്ത് ഞങ്ങൾ പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഏതാനും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് വാങ്ങണം. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങണമെന്ന് കരുതിയിട്ടാണ് പോയത്. തിരിച്ച് വന്നപ്പോൾ 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്നും എടുത്ത് വെക്കാൻ നിന്നില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ബാക്കി ഇതുപോലെ അങ്ങ് വെക്കുകയാണ് ചെയ്തത്. തലേ ദിവസം രാത്രി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത് കേക്കിൻ്റെ ക്രീമും അതുപോലെ ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഓരോ ബെഡും ഒന്ന് വിരിച്ച് ശരിയാക്കി ഇടട്ടെ. അതിന് ശേഷം പിന്നെ അടിച്ചു വാരിയിട്ട് തുടച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചില ദിവസം രാവിലെ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് തിരക്കുള്ള പണികളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് സമയം വൈകിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ അതൊക്കെ ശരിയാക്കിയിട്ടാണ് പോരാറുള്ളത്. ബെഡ്റൂമുകളൊക്കെ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ജോലികളും തീർന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും കേട്ടോ. തീർന്നിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ചെറിയ മനസ്സമാധാനം കിട്ടും അതിങ്ങനെ നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ. അലക്കാനുള്ള ഡ്രസ്സൊക്കെ പിന്നെ ആദ്യം തന്നെ എടുത്തു കൊണ്ടുപോയതുകൊണ്ട് പിന്നെ അതൊന്നും ഇല്ല കേട്ടോ. ബെഡ് ക്ലീൻ ആക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീടിൻ്റെ മുകൾ ഭാഗം ഞാൻ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ തുടക്കുള്ളൂ. ദിവസം തുടക്കുകയൊന്നും ചെയ്യൂല. അപ്പോൾ ആ ഭാഗമൊന്നും ഇപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാനില്ല. ഇന്നിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരുമിച്ച് ചെയ്യലില്ല. അങ്ങനെ ആകുമ്പോൾ ടെൻഷനും കൂടും. പിന്നെ സമയം തികയൂല. ഒരു ദിവസം ഫുള്ളായിട്ട് നിന്നാലും കഴിയൂല. അപ്പോൾ പിന്നെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ജോലികൾ തീർക്കുക എന്നുള്ള അങ്ങനെ ഒരു ഇതല്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഓരോരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. ഒരു ടൈം ടേബിൾ പോലെ ചെയ്യാനൊന്നും പറ്റലില്ല. കാരണം കേക്കിൻ്റെ ഓർഡറുള്ള ദിവസം അതിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത് കുളിക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതാ ക്ലീനിങ്ങൊക്കെ എല്ലാതും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ ക്ലീൻ ചെയ്യാനാണല്ലോ കുറച്ച് പണി. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതുപോലുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.